റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ സന്ദർശനത്തിന് വന്നപ്പോൾ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ കരയുന്ന ആളായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പകരം കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഏതാണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവിടെ ഈ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാത്തത് സ്വാഭാവികമായും രാജ്യത്ത് നടക്കുന്ന പ്രധാന പരിപാടിയിലൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല. ഇപ്പം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലും ക്ഷണിച്ചാലും പങ്കെടുക്കുന്നില്ല. അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല എന്നും പറയപ്പെടുന്നു. എന്തായാലും രാഹുലിൻ്റെ ഈ കരച്ചിലിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതെ, ഈ എന്താ പറയും, കഴിഞ്ഞ തവണ പുടിൻ വന്നപ്പോൾ സോണിയാഗാന്ധിയെ കണ്ടിരുന്നു. ഇത്തവണ പുടിൻ അത് വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ കാരണം പുടിനോട് തന്നെ ചോദിക്കണം. ഈ വിദേശത്തുനിന്ന് വരുന്ന പ്രധാനമന്ത്രിമാർ, പ്രസിഡൻറ്റുമാർ, മറ്റു രീതിയിലുള്ള വലിയ VIPs അവരാണ് ഈ ഓപ്പോസിഷൻ ലീഡറെ കാണണമെന്ന് ആവശ്യപ്പെടാറുള്ളത്. അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ഓപ്പോസിഷൻ ലീഡറിനെ കാണണം, എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് അയാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു നാണക്കേടല്ലേ. അതുകൊണ്ട് അയാൾ ആവശ്യപ്പെടുകയാണ്. അവരുടെ ഒരു പ്രിൻസിപ്പിൾ, ഏതെങ്കിലും രാജ്യത്ത് പോയാൽ, ജനാധിപത്യ രാജ്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കൂടെ കാണാം എന്നൊക്കെ അവർ തീരുമാനിച്ചാൽ നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ നമ്മളുടെ അതിഥിയോട് നമ്മൾ ഇന്ന ആളിനെ കൂടെ കാണണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോ, നമ്മൾ പറഞ്ഞും പോയി. അതൊരു രണ്ടു കൂട്ടരും ഷഡ്ഗവ്യത്തിലാകുന്നൊരു സജഷനാണ്. അതുകൊണ്ട് അത്തരം സജഷൻസ് കൊടുക്കാറില്ല. അല്ലെങ്കിൽ പുറകിലൂടെ ബിഹൈൻഡ് ദ കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും, ഇന്നാളായാലും അത് വേണ്ടപ്പാ എന്ന് പറഞ്ഞ് ഇങ്ങനെ അത് ആയിരിക്കും. ഇത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്തോനേഷ്യൻ പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണ് പോയത്. വേറെയും 3-4 രാജ്യങ്ങളിൽ അതിൻ്റെ പട്ടികയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. പലരും രാഹുൽ ഗാന്ധിയെ കണ്ടിട്ട് പോയിട്ടുണ്ട്, പലരും കാണാതെയും പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ഒരാളിനോട് ചൗക്കിദാർ ചോർ ഹെ അന്ന് ആ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പ്രധാനമന്ത്രി കള്ളനാണ് എന്ന് ഒരു മനുഷ്യനോട് പറയുന്നു. അയാളത് തിരിച്ച് ഗവൺമെൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ മനുഷ്യനെ കണ്ടു, പ്രതിപക്ഷം ഭരണകക്ഷിയെ വിമർശിക്കുന്നതൊക്കെ കൊള്ളാം, ബട്ട് നിങ്ങൾ കള്ളനാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വലിയ എംബ്രാസ്മെൻ്റ് അല്ലേ അന്താരാഷ്ട്ര തലത്തിൽ. അവിടെ നിന്ന് വന്ന ഒരാളിനോട് മോദിയെ സൂക്ഷിക്കണം കേട്ടോ, കള്ളനയാൾ എന്ന് പറയുക എന്ന് പറയുന്നത് മാന്യതയാണ്. പക്ഷെ അത് ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 അതിന് രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്, ചെങ്കോട്ടയിലെ. ഇതിന് എല്ലാവരും പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ ഞാനെന്തിനാ? നരേന്ദ്രമോദി ആയതുകൊണ്ടല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ആ പതാക ഉയർത്തി അവിടെ ഒരു പ്രസംഗം നടത്തുന്നത്. അപ്പോൾ അതിനെല്ലാവരും റിപ്പബ്ലിക് ഡേ അതിനും രാഹുൽ ഗാന്ധി പോയില്ല. പോട്ടെ, വായിൽ വിരലിട്ടാൽ കടിക്കാത്തൊരു മനുഷ്യനാണ് CP രാധാകൃഷ്ണൻ, ഉപരാഷ്ട്രപതി. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ അതിനും രാഹുൽ ഗാന്ധി പോയില്ല. അങ്ങേരെന്തോ മോശക്കാരനാണ്, തമിഴനാണ്, പാണ്ടി പോടാ എന്നുള്ള മട്ടിൽ. ഇതൊക്കെ ഭൂഷണമാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനെ വിളിക്കേണ്ടത് നമ്മളാണെങ്കിലും വിളിക്കേണ്ടതെന്നല്ലേ തീരുമാനിക്കും. ഇത്ര മര്യാദ കേട്ട ഒരാളിനെ ഇയാളെ വിളിച്ചു. ഇനി പുത്തിൻ കാണണമെന്ന് തന്നെ വെച്ചു, ഇത് ഇതുപോലെ എന്തെങ്കിലും പുത്തിനോട് പറയും. ഇയാൾ കാശെല്ലാം അഡാനിക്ക് കൊടുത്ത് കേട്ടോ എന്നൊക്കെ പറയും. പുത്തിനെ സംബന്ധിച്ചോളം അഡാനി ഏത് അംബാനി ഏത് അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് മോദിക്ക് പറയും, അങ്ങനെ എന്തോ അഡാനിക്ക് നിങ്ങൾ കാശ് കൊടുക്കുന്നു എന്തോ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. ഇതൊക്കെ ഒരു പക്വതയും ഇല്ലാതെ ഇങ്ങനെ പെരുമാറിയത് ഇങ്ങനെയാകും. ഇതാണ് പ്രശ്നം. ഇതുപോലെ വിരുന്നിനെ വിളിച്ചു, ബാങ്ക്വറ്റിനെ ക്ഷണിച്ചില്ല, ശശി തരൂരിനെ ക്ഷണിച്ചു. ശശി തരൂർ മറ്റെന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സിവിലൈസ്ഡായിട്ട് പെരുമാറുന്നൊരു മനുഷ്യനാണ്. പെരുമാറ്റത്തിൽ സിവിലൈസ്ഡാണ്. അങ്ങേരുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും കാണാൻ പെരുമാറ്റത്തിൽ സിവിലൈസ്ഡാണ്. രാഹുൽ ഗാന്ധിയെ, ഖാർഗെയെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ പുറത്ത് കമൻ്റ് അടിക്കും. ഒന്നും അവർ പോവില്ല, എന്നിട്ട് ആ ഭക്ഷണത്തെപ്പറ്റി കമൻ്റ് അടിക്കും, 4 സ്ഥലത്ത് പ്രസംഗിക്കും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നിർദോഷമായ ഒരു ചടങ്ങാണ് ഈ ബാങ്ക്വറ്റൊക്കെ. അതിൽ കയറി കടിച്ച് വൃത്തികേടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാമോശമാണ്. ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ വിളിക്കാത്തത്.
അങ്ങേരുടെ സ്റ്റാറ്റസ് അങ്ങേര് തന്നെ കളഞ്ഞു വിളിച്ചു. ശരിക്കും രാഹുൽ ഗാന്ധി അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ശരിക്കും പ്രതിപക്ഷത്തിന് അതേപോലെ തന്നെ നല്ല പൊസിഷനുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ ആ പൊസിഷൻ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിമർശിക്കുന്നത്. നരേന്ദ്രമോദി വിമർശിക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ആകണം. ഈ നരേന്ദ്രമോദി കള്ളനാണ് എന്ന് പറയുന്ന ജോലി വേറെ ആൾക്കാരെ ഏൽപ്പിക്കണം. രാഹുൽ ഗാന്ധി ചെയ്യേണ്ടതല്ല അത്. ശരി, കാരണം ഇതൊക്കെ പറയാം. കാരണം എപ്പോഴും രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുണ്ടാവും. അതിനവർക്ക് ഉപോത്ബലകമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവും അതുപോലെ പ്രധാനമന്ത്രി അവരൊരിക്കലും ഇവ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോദിയും ഇതേപോലെയൊക്കെ സംസാരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും അതേപോലെ പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിക്കുന്ന കാര്യത്തിൽ അവരൊരിക്കലും പേഴ്സണലൈസ്ഡ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പേഴ്സണലൈസ് ആയാൽ അത് വലിയ അപരാധമായിത്തീരുന്നു. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ ഒരു അന്തസ്സ് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തീരും. അതുണ്ടാവരുത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. റിപ്പബ്ലിക് ഡേ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്ന അവിടെയല്ല, അതിൽ പങ്കെടുത്തിട്ട് പ്രതിഷേധിക്കുക. അപ്പോൾ പങ്കെടുക്കാതെ പ്രതിഷേധിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. നമ്മുടെ ഈ നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ഇത് നമ്മൾ പ്രകടമായി കാണുന്നുണ്ട്. ഒന്ന് എപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ ഭരണപക്ഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് അപ്പം ചുടുന്ന പോലെ നിയമങ്ങളൊക്കെ ചുട്ടെടുത്തുകൊണ്ടിരിക്കും. അത് ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. അവർ പ്രതിഷേധിക്കുക, പക്ഷേ ഇറങ്ങിപ്പോയാൽ എല്ലാം പ്രതിഷേധിക്കേണ്ടത്. അവിടെ നിന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, ഇരിക്കുക. അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ നിയമസഭയുടെയും പാർലമെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ ആരോ നേരത്തെ ചെയ്തു പോയ ഒരബദ്ധം ഇവർ ആചാരം പോലെ എല്ലാവരും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ BJP പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ്. പാർലമെൻറ്റിലല്ലേ, അങ്ങനെ പ്രതിപക്ഷത്തുള്ള സ്ഥലങ്ങളിൽ ഇത് മാറണം. ഇത് മാറാതെ ഇവർ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ക്രിയേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടെടുക്കാതെ നമുക്കിതിലൊന്നും പ്രത്യേകിച്ച് സർഗാത്മകമായിട്ട് കണ്ടെത്താനായിട്ട് കഴിയില്ല. ഈ പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങനെ വേണ്ട. ഇപ്പോൾ USSR എന്ന് പറയുന്ന രാജ്യം 14 ഡിവൈഡ് ചെയ്തു പോയി. അപ്പോൾ ഈ USSRനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത് എന്ന് പറയുന്നത്? ഇന്ത്യയെ വിഘടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പുട്ടിൻ്റെ അടുത്ത് ചോദിക്കാനായിരുന്നു രാഹുലിൻ്റെ പ്ലാൻ എന്ന തരത്തിലൊക്കെ ട്രോള് വരെ വരുന്നുണ്ട്. അല്ല, അത് ട്രോളാണ്. പക്ഷേ അങ്ങനത്തെ ലൂസ് സ്റ്റോക്കൊക്കെ നടത്താൻ രാഹുൽ ഗാന്ധി സാധ്യതയുണ്ട്. ഈ അങ്ങേരുടെ പൊതു പെരുമാറ്റം നോക്കിയിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. പുള്ളി ഇപ്പോൾ പറയുന്നത്, ഞാൻ പോകുന്ന രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് വിളിച്ചു പറയും, ഇയാൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കരുത് കേട്ടോ, ഇയാളെ കാണരുത് കേട്ടോ എന്ന് അവിടുത്തെ രാഷ്ട്രത്തലവന്മാരെ വിളിച്ചു പറയും. ഗവൺമെൻറ് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എവിടെയാണ് പോകുന്നത്. ഇങ്ങനെ പോയി 22 രാജ്യങ്ങളുടെ പേരെഴുതിയിട്ട് ഹോം മിനിസ്ട്രിക്ക് NSG കത്ത് കൊടുത്തു. ഈ മനുഷ്യൻ ഇന്ന സ്ഥലത്തൊക്കെ പോയി, ഇങ്ങനെ പോയി കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുത്തെ NSG ആ രാജ്യത്തെ അവരുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ അറിയിച്ചിട്ട് ഞങ്ങളുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇത്രാം തീയതി വരുന്നുണ്ട്, ഇന്ന ഫ്ലൈറ്റിന് വരുന്നുണ്ട്, നിങ്ങൾ യു ഷുഡ് ടേക്ക് കെയർ. ഇവരുടെ 2-3 പേര് കാലേ കൂട്ടി അവിടെ പോകും. ഇങ്ങനെയൊക്കെയല്ലേ സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ അറിയിക്കുകയില്ലെന്ന് ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയിട്ട് ഒരു ഫ്ലൈറ്റ് പിടിച്ചങ്ങ് പോവുകയാണ്. ഞങ്ങളെങ്ങനെ അറിയാനാണ്? ഈ പരാതി NSGക്കാർ കൊടുത്തു ഹോം മിനിസ്ട്രിക്ക്. ഹോം മിനിസ്ട്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പറയുന്നത്, ഞാൻ പോയ സ്ഥലത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റിനെ നിങ്ങൾ വിളിച്ചു പറയുന്നു അങ്ങേരുമായിട്ട് മീറ്റ് ചെയ്തത്. ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ഏത് രാജ്യത്താണ് പോയത്. നിങ്ങൾ അവിടെ പോയി പ്രസംഗിച്ച് അതിൻ്റെ വീഡിയോ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നിങ്ങൾ ആ രാജ്യത്താണ്. ഉടനെ ഓടിപ്പിടിച്ച് ഇവിടുന്ന് പോലീസുകാരെയൊക്കെ അവിടെ വിട്ടിട്ട് കാവൽ നിർത്താനായിട്ട് ഏർപ്പാട് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ നിന്ന് മുങ്ങിയിട്ട് വേറൊരു രാജ്യത്ത് പോകും. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഹൗ ടു ഹാൻഡിൽ യുവർ ട്രാവൽ വീടുണ്ടോ? പിന്നെ ഞങ്ങളൊരു പ്രധാനമന്ത്രി എടുത്ത് ആരും ഒന്നും നിങ്ങളെ കാണണമെന്നോ കാണരുതെന്നോ ഒന്നും പറയാറില്ല. അതുകൂടാതെ കുറേ ഫോട്ടോയും INB മിനിസ്ട്രി പുറത്തു വിട്ടു. രാഹുൽ ഗാന്ധി പോയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അറിയിക്കാതെ തന്നെ പോയിട്ട് പല രാജ്യങ്ങളിൽ പോയി അവിടുത്തെ പ്രസിഡൻറ്റിനെ പ്രധാനമന്ത്രിയൊക്കെ കണ്ടതും
കൂടി നിൽക്കുന്നതൊക്കെ ആയ ഫോട്ടോസ് രാഹുൽ ഗാന്ധി തന്നെ, കോൺഗ്രസ് തന്നെ പുറത്തു വിട്ടത്, അതെല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് സർക്കാർ പുറത്തു വിട്ടതാ. നിങ്ങൾ ഇവരെയൊക്കെ കണ്ടില്ലേ, പിന്നെ ഇനി എന്താ? അപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം? നമ്പർ 2, ഏറ്റവും അധികം മോദിക്ക് ദേഷ്യം വന്ന ഒരവസരമുണ്ടില്ല. മോദി, ഷീ ജിൻപിങ്, പുടിൻ 3 പേര് കൂടി അവിടെ കണ്ടല്ല ചൈനയിൽ വെച്ചിട്ട്. ആ സമയത്ത് ട്രംപിൻ്റെ ഒരു ട്വീറ്റ് വന്നു. ട്വീറ്റല്ല, പുള്ളി ട്രൂത്താണല്ലോ, ട്രൂത്ത് സോഷ്യൽ. അതിലാണ് പുള്ളി ഇന്ത്യ ആൻഡ് റഷ്യ ബോത്ത് ആർ ഡെഡ് എക്കോണമീസ് എന്ന് എഴുതി. ആ ട്രംപിൻ്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ കൊണ്ട് നെക്സ്റ്റ് ഡേ പത്രക്കാർ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ട്രംപ് പറഞ്ഞത് സത്യമാണ്, ഇന്ത്യ ഈസ് എ ഡെഡ് എക്കോണമി. ഇത് പറഞ്ഞു. ഇത് തന്നെ പുടിനോട് പറയുകയെന്ന് വെച്ചാൽ മുഖത്ത് നോക്കിയിട്ട് ഇവർ തമ്മിൽ കാണുന്നു. റഷ്യ ആൻഡ് ഇന്ത്യ ആർ ഡെഡ് എക്കോണമീസ്, വാട്ട് ട്രംപ് സേസ് ഇസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പുടിൻ എന്ത് ചെയ്യണം? സ്ഥലം ഇന്ത്യയാണ്, ഇന്ത്യയിൽ അദ്ദേഹം വന്നിരിക്കുന്നു, ഇന്ത്യയുടെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് മുമ്പിലിരിക്കുന്നത്. മുമ്പിലിരിക്കുന്ന മനുഷ്യൻ പറയുന്നു നിങ്ങൾ ഡെഡ് എക്കോണമിയാണ്, എൻ്റെ രാജ്യവും ഡെഡാണ്, നിങ്ങളുടെ രാജ്യവും ഡെഡാണ്. പുടിൻ KGBയിലെ മെമ്പറാണ്. പഴയ സ്വഭാവം അനുസരിച്ച് കൈ നോർത്ത് ഒരെണ്ണം കരണക്കുരുക്കി കൊടുക്കും. പക്ഷേ അത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം പുടിൻ റഷ്യൻ പ്രസിഡൻ്റാണ്. ഇതുപോലത്തെ അലമ്പൂസ് ഒഴിവാക്കാൻ ആകെ ചെയ്യേണ്ടത് പുടിനാണെങ്കിലും പറയും എനിക്ക് കാണേണ്ട സന്തോഷം, കഴിഞ്ഞ തവണ അയാളുടെ അമ്മയെ ഞാൻ കണ്ടത്, അപ്പോൾ തന്നെ എനിക്ക് മതിയായി എന്ന് പറഞ്ഞു കാണും. എനിക്ക് ഈ ലൂസ് ടോക്ക് എന്ന് പറയുന്നത്, ഒന്നാമത് പുടിൻ മിനിമം സംസാരിക്കുന്ന ആളാണ്. വായിൽ വടിയിട്ടിളക്കിയാൽ പോലും ഷീ ജിൻപിങ് വാതുറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ചിരിയുമായിട്ട് പുള്ളി ഒരു നിപ്പങ്ങ് നിൽക്കുന്നതല്ലാതെ ഷീ ജിൻപിങ് അനാവശ്യമായിട്ട് വാതുറക്കുകയില്ല, പുടിൻ അനാവശ്യമായിട്ട് വാതുറക്കുകയില്ല. പിന്നെയും നരേന്ദ്രമോദി നാട് നീളെ നടന്ന് പ്രസംഗിക്കും ഘോരം. അവരാരും പുടിൻ ഒരു 2 ലക്ഷം പേരെ മുമ്പിൽ നിർത്തിയിട്ട് പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പുള്ളിക്ക് എന്താ ആൾ കിട്ടായിട്ടാണ് റഷ്യയിൽ 2 ലക്ഷം പേരെയൊക്കെ ആരാംസേ കിട്ടും പുടിൻ വിചാരിച്ചു. പക്ഷെ അവർക്ക് ആ പരിപാടിയില്ല. അത് ഇയാൾ വേണമെങ്കിൽ ചെയ്യും, നമ്മളുടെ ട്രംപ് വേണമെങ്കിൽ ചെയ്യും. അതൊക്കെ ഇത്തരം ജനാധിപത്യം കളിക്കുന്ന രാജ്യങ്ങളിലാണ് ഈ ആളെ കൂട്ടുക, മുദ്രാവാക്യം കളിക്കുക, കളിയാക്കുക, പരിപാടികൾ. മറ്റവരങ്ങനെയല്ല, 24 മണിക്കൂറും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ ആ രീതിയിൽ ഡീൽ ചെയ്യണം. അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകരാൻ ഇതുപോലത്തെ ചില്ലറ കാര്യങ്ങൾ മതി. പഴത്തൊലിയിൽ തെറ്റിയാണല്ലോ വലിയ വലിയ ആൾക്കാർ വീഴുന്നത്. പക്ഷെ സംഭവം വീഴ്ച തന്നെയാണ്. അത് വരാതിരിക്കാൻ ഇത് ചെയ്തു എന്നേ ഉള്ളൂ. രാഹുലിൻ്റെ ഈ ഒരു നിലപാടിനെ അല്ല, ഇതിൻ്റെ ഈ സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഇന്ത്യ ഡെഡ് എക്കണോമിയാണെന്ന് പറയുമ്പോഴേ അത് നമ്മൾ ഇവിടെയുള്ള ഇൻറ്റീരിയർ പൊളിറ്റിക്സിലൊക്കെ പറയാം. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നമ്മൾ സംസാരിക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയായിരിക്കും. അവിടെ അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോൾട്ടായി. പിന്നെ ഈ ലൂസ് ടോക്ക് ശരിയാണ്. ലൂസ് ടോക്ക് നടത്തുന്ന ആൾക്കാരെയൊക്കെ എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഷീ ജിൻപിങ്ങൊന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല, പുടിനൊന്നും പറയാൻ കേട്ടിട്ടില്ല. എന്താണോ പറയുന്നത് അത് നടത്തുന്ന പരിപാടിയെ അവർ പറയാറുള്ളൂ. അത് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടി അങ്ങനെയുള്ളൊരു നേച്ചർ സ്വീകരിക്കുന്ന നല്ലതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെറുതെ വർത്തമാനം പറഞ്ഞ് ലൂസ് ടോക്കിലൂടെ ഇവരുടെ ഇത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയാണ്. ലൂസ് ടോക്ക് ഒഴിവാക്കുക. നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക്, പാർട്ടിയില്ല, എല്ലാ പാർട്ടിക്കാരും അവർക്ക് കൊടുക്കാമെന്ന് നിർദ്ദേശിച്ചതാണ് ലൂസ് ടോക്ക് വേണ്ട, ബി സീരിയസ്, പറയുന്ന കാര്യങ്ങൾ. പിന്നെ വേറെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പൊളിറ്റിക്സിൽ അവർ സീരിയസ് ആയിട്ടുള്ള ഒപ്പീനിയനെ പറയാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഇങ്ങനെ പുടിനെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ രാജ്യം വിഘടിക്കാനുള്ള ഒരു നീക്കത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോയതെങ്കിൽ എന്തായാലും പുടിൻ തന്നെ രാഹുലിനെ ഓടിച്ചേനെ. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.